നമസ്കാരം. അടുത്ത ചാപ്റ്ററിലേക്ക് നമുക്ക് കടക്കാം. ചാപ്റ്ററിൻ്റെ പേര് പോപ്പുലേഷൻ കോമ്പോസിഷൻ. അപ്പോൾ പോപ്പുലേഷൻ കോമ്പോസിഷൻ എന്താണ്? പോപ്പുലേഷൻ കോമ്പോസിഷൻ പോപ്പുലേഷനെ വിവിധ ആസ്പെക്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്യുന്നതാണ് ജനസംഖ്യ സംരചന അല്ലെങ്കിൽ പോപ്പുലേഷൻ കോമ്പോസിഷൻ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് പോപ്പുലേഷൻ്റെ വിവിധ ആസ്പെക്ട്സ്? അതിൽ ഏജ്, സെക്സ്, പ്ലേസ് ഓഫ് റെസിഡൻസ്, ഒക്യുപ്പേഷൻ, എഡ്യൂക്കേഷൻ മുതലായ ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ ജനസംഖ്യയെ നമ്മൾ എങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നു എന്നുള്ളതാണ് പോപ്പുലേഷൻ കോമ്പോസിഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പീപ്പിൾ ഓഫ് എനി കൺട്രി ആർ ഡൈവേഴ്സ് ഇൻ മെനി റെസ്പെക്ട്സ്. ഈച്ച് പേഴ്സൺ ഈസ് യുണീക്ക് ഇൻ ഹിസ് ഓർ ഹെർ ഓൺ വേ. People can be distinguished by their age, sex and their place of residence. Some of the other distinguishing attributes of the population are occupation, education and life expectancy. പിന്നീട് അതിൽ ഓരോ കാര്യങ്ങളും ഇപ്പം നമ്മൾ പറഞ്ഞ പോപ്പുലേഷൻ്റെ വിവിധ ആസ്പെക്റ്റിൽ തന്നെ വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളുമാണ് പഠിക്കേണ്ടത്. അതിലൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സെക്സ് കോമ്പോസിഷനാണ്. എന്താണ് സെക്സ് കോമ്പോസിഷൻ? നമ്മൾ സാധാരണയായി കണക്കെടുക്കുമ്പോൾ ഇത്ര പുരുഷന്മാർക്ക് ഇത്ര സ്ത്രീകൾ അല്ലെങ്കിൽ ഇത്ര സ്ത്രീകൾക്ക് ഇത്ര പുരുഷന്മാർ എന്ന് പറയുന്ന ഒരു കണക്കിലാണ് അതിൻ്റെ ആ ഒരു റേഷ്യോ കണക്കാക്കുന്നത്. അപ്പോൾ സെക്സ് കോമ്പോസിഷനിൽ ദ നമ്പർ ഓഫ് വിമൻ ആൻഡ് മെൻ ഇൻ എ കൺട്രി ഈസ് an important demographic characteristic. The ratio between the number of women and men in the population is called the sex ratio. അതായത് ഒരു സ്ഥലത്തുള്ള അല്ലെങ്കിൽ ഒരു രാജ്യത്തുള്ള വിമൻ മെന്നിൻ്റെ റേഷ്യോ ആണ്, അനുപാതമാണ് സെക്സ് റേഷ്യോ എന്ന് കണക്കാക്കുന്നത്. അതിൽ എല്ലാ സ്ഥലത്തും ഒരേപോലെയല്ല സെക്സ് റേഷ്യോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇൻ സം കൺട്രീസ് ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ യൂസിങ് ദ ഫോർമുല മെയിൽ പോപ്പുലേഷൻ ഡിവൈഡഡ് ബൈ ഫിമെയിൽ പോപ്പുലേഷൻ ഇൻടു 1000 എന്ന് പറഞ്ഞാൽ ഇത്ര സ്ത്രീകൾക്ക് ഇത്ര പുരുഷന്മാർ എന്നുള്ളതാണ്. മെയിൽ പോപ്പുലേഷൻ ബൈ ഫിമെയിൽ പോപ്പുലേഷൻ ഇൻറ്റു 1000 എന്നാണെങ്കിൽ ഇന്ത്യയിലുള്ള സെക്സ് റേഷ്യോ കാൽക്കുലേഷൻ എന്ന് പറയുന്നത് ഫിമെയിൽ പോപ്പുലേഷൻ ഡിവൈഡഡ് ബൈ മെയിൽ പോപ്പുലേഷൻ ഇൻറ്റു 1000 എന്നതാണ്. എന്ന് പറഞ്ഞാൽ ഇത്ര പുരുഷന്മാർക്ക് ഇത്ര സ്ത്രീകൾ എന്നുള്ളതാണ് ഇന്ത്യയിലെ സെക്സ് റേഷ്യോ കാൽക്കുലേഷൻ നടത്തുന്ന ഇക്വേഷൻ. അപ്പോൾ ഈ സെക്സ് റേഷ്യോയിൽ ഫേവറബിൾ ഫോർ വിമൻ പറയുന്നുണ്ട്, അൺഫേവറബിൾ ഫോർ വിമൻ എന്ന് പറയുന്നുണ്ട്. അതിൽ ഏറ്റവും അനുയോജ്യമായ, അതായത് സ്ത്രീകൾക്ക് അനുയോജ്യമായി വരുന്ന സെക്സ് റേഷ്യോ എന്ന് പറയുമ്പോൾ അവിടെ സ്ത്രീ ജനസംഖ്യ കൂടുതലുള്ള പ്രദേശങ്ങളാവാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ അവർക്ക് അനുയോജ്യമാണെന്ന് പറയാം. പിന്നീട് ദ സെക്സ് റേഷ്യോ ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ അബൌട്ട് ദ സ്റ്റാറ്റസ് ഓഫ് വിമൻ ഇൻ എ കൺട്രി. ഒരു രാജ്യത്തുള്ള സ്ത്രീകളുടെ സ്റ്റാറ്റസിനെ നമ്മൾ കണക്കാക്കുന്നതിൽ സെക്സ് റേഷ്യോ കണക്കാക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഒരു പാരഗ്രാഫിൽ നന്നായി അതിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇൻ റീജിയൻസ് വേർ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഈസ് റാമ്പൻറ്റ്, the sex ratio is bound to be unfavorable to women. എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ സ്ത്രീ പുരുഷ തരംതിരിവ് ഉള്ള പ്രദേശങ്ങളിൽ സ്ത്രീകൾക്ക് അൺഫേവറബിൾ ആണ്. പിന്നീട് സച്ച് ഏരിയാസ് ആർ ദോസ് വേർ ദ പ്രാക്ടീസ് ഓഫ് ഫിമെയിൽ ഫീറ്റിസൈഡ്, ഫിമെയിൽ ഇൻഫാൻസൈഡ് ആൻഡ് ഡൊമസ്റ്റിക് വയലൻസ് എഗെയിൻസ്റ്റ് വിമൻ ആർ പ്രിവാലൻറ്റ്. എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ലാത്ത, സ്ത്രീകളെ അടിച്ചമർത്തപ്പെടുന്ന പല സ്ഥലങ്ങളിലും ഭ്രൂണഹത്യ അതുപോലെ പെൺകുട്ടികളെ കൊല്ലുന്ന അവസ്ഥ, സ്ത്രീകൾക്ക് എതിരായി വരുന്ന ഒരുപാട് അക്രമങ്ങൾ, അതൊക്കെ നമ്മൾക്ക് ശരിക്കും ഇത്തരത്തിലുള്ള ഒരു റേഷ്യോ കണക്കാക്കുന്നതിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. വൺ ഓഫ് ദ റീസൺസ് could be lower socio-economic status of women in these areas. പിന്നീട് സെക്സ് റേഷ്യോ നമ്മൾക്ക് ഇതിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്ത കണക്ക് പ്രകാരം ഏറ്റവും കൂടുതൽ സെക്സ് റേഷ്യോ അതുപോലെ ഏറ്റവും കുറഞ്ഞ സെക്സ് റേഷ്യോ കണക്കാക്കപ്പെട്ടിട്ടുള്ള 2 രാജ്യങ്ങളുടെ ലിസ്റ്റും കൂടെ വരുന്നുണ്ട്. അതിൽ ഹയസ്റ്റ് സെക്സ് റേഷ്യോ ഇൻ ദ വേൾഡ്, ലോകത്തിൽ ഏറ്റവും കൂടുതൽ സെക്സ് റേഷ്യോ കണക്കാക്കിയിരിക്കുന്നത് ലാത്വിയ എന്ന് പറയുന്ന ഒരു യൂറോപ്യൻ രാജ്യത്താണ്. അപ്പോൾ ലാത്വിയയിൽ 1187 ഫീമെയിൽസ് പെർ 1000 മെയിൽസ്, 1000 പുരുഷന്മാർക്ക് 1187 സ്ത്രീകളായിട്ടാണ് ഇവിടുത്തെ അനുപാതം കണക്കാക്കിയിരിക്കുന്നത്. അതുപോലെ ഏറ്റവും കുറവ് സെക്സ് റേഷ്യോ ഉള്ളത് UAE, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, 468 ഫീമെയിൽസ് പെർ 1000 മെയിൽസ്. അപ്പോൾ ഈ 2 സ്ഥലങ്ങളും വെരി ഇമ്പോർട്ടൻ്റ് ആണ്, 2 രാജ്യങ്ങളും.
ഓർത്ത് വെക്കേണ്ടതാണ്. അപ്പോൾ സെക്സ് റേഷ്യോ എന്ന് പറയുന്നത് എല്ലാ സ്ഥലത്തും ഒരേപോലെ ആയിരിക്കില്ല. അതിൽ ഫിമെയിൽസിന് ഫേവറബിളായി വരുന്ന സ്ഥലങ്ങളുണ്ടാവും. അപ്പോൾ ഫിമെയിൽസിന് ഫേവറബിളായി വരുന്ന രാജ്യങ്ങൾ 139 രാജ്യങ്ങൾ. സെക്സ് റേഷ്യോ ഈസ് ഫേവറബിൾ ഫോർ ഫിമെയിൽസ് ഇൻ 139 countries of the world and unfavorable for them in the remaining 72 countries listed by the United Nations. അപ്പോൾ അങ്ങനെ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇൻ ജനറൽ കൺട്രീസ് ലൈക്ക് ചൈന, ഇന്ത്യ, സൗദി അറേബ്യ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ ഹാവ് എ ലോവർ സെക്സ് റേഷ്യോ. ഓൺ ദ അതർ എക്സ്ട്രീം ഗ്രേറ്റർ പാർട്ട് ഓഫ് യൂറോപ്പ്, റഷ്യ ഉൾപ്പെടുന്ന യൂറോപ്യൻ രാജ്യങ്ങളിൽ മെയിൽസ് ആർ ഇൻ മൈനോറിറ്റി. എ ഡെഫിസിറ്റ് of males in the populations of many European countries is attributed to the better status of women and an excessively male-dominated out-migration to different parts of the world in the past. എന്താണ്, അതായത് ഫിമെയിൽസ് ഡോമിനേറ്റ് ചെയ്യുന്ന സ്ഥലങ്ങൾ യൂറോപ്പിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ മെയിൽ മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ ജോലി ആവശ്യങ്ങൾക്ക് വേണ്ടി മേജർ കൺട്രീസിൽ നിന്നും മൈഗ്രേറ്റ് ചെയ്ത് ഒരുപാട് മെയിൽ പോപ്പുലേഷൻ പുറത്തു പോയതുകൊണ്ടും ഫിമെയിൽസ് ഡോമിനേഷൻ പല സ്ഥലങ്ങളിലും ഉണ്ട് എന്നുള്ളതും നമ്മൾക്ക് ഇതിനെക്കുറിച്ച് സെക്സ് റേഷ്യോ കണക്കാക്കുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇതാണ് സെക്സ് റേഷ്യോ എന്ന് പറയുന്ന ഭാഗത്ത് വരുന്നത്. അപ്പോൾ സെക്സ് റേഷ്യോയിൽ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞത് ഒന്ന് അതിൻ്റെ ഇക്വേഷനാണ്, സെക്സ് റേഷ്യോ എങ്ങനെ കണക്കാക്കുന്നു എന്നുള്ളതാണ്. പിന്നീട് അതെങ്ങനെയാണ് സ്ത്രീകളെ സംബന്ധിച്ച് ഒരു വിഷയമായി വരുന്നത്, പിന്നെ ഏറ്റവും കൂടുതൽ സെക്സ് റേഷ്യോ കുറവ് സെക്സ് റേഷ്യോ ഉള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണ്, പിന്നെ അതിൻ്റെ ഒരു പൊതുവായ സ്വഭാവം എന്താണ് എന്നുള്ളതാണ്. ഈ 4 കാര്യങ്ങളുമാണ് സെക്സ് റേഷ്യോയിൽ വരുന്നത്. ഇനി അടുത്തതായി ഏജ് സ്ട്രക്ചർ എന്ന് പറയുന്ന പാർട്ടാണ്. ജനസംഖ്യയുടെ രണ്ടാമത്തെ ആസ്പെക്റ്റ്, പോപ്പുലേഷൻ കോമ്പോസിഷനിൽ വരുന്ന രണ്ടാമത്തെ ആസ്പെക്റ്റാണ് ഏജ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഏജ് സ്ട്രക്ചർ റെപ്രസെൻറ്റ്സ് ദ നമ്പർ ഓഫ് പീപ്പിൾ ഓഫ് ഡിഫറെൻറ്റ് ഏജ് ഗ്രൂപ്പ്സ്. വിവിധ ഏജ് ഗ്രൂപ്പിലുള്ള ജനങ്ങളുടെ ഒരു ഘടനയാണ് ഏജ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഏജ് സ്ട്രക്ചർ ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു 3 ഗ്രൂപ്പ്സ്. ഫസ്റ്റ് ഗ്രൂപ്പ് 0 to 15 ഏജ് ഗ്രൂപ്പിൽ വരുന്ന പോപ്പുലേഷനാണ്. പിന്നെ രണ്ടാമത്തെന്ന് പറയുന്നത് 15 to 59, 15 മുതൽ 59 വരെ ഏജിൽ വരുന്ന ജനങ്ങളുള്ള ഒരു ഗ്രൂപ്പാണ്. മൂന്നാമത്തേതാണെങ്കിൽ 59 എബവ് 59 ഏജ് പോപ്പുലേഷൻ. അപ്പോൾ ഇങ്ങനെ 3 ഏജ് ഗ്രൂപ്പാക്കി തിരിക്കുന്നു. അതിൽ 0 to 50 എന്ന് പറയുന്നത് ഡിപ്പെൻഡൻറ്റ് പോപ്പുലേഷനാണ്, മറ്റുള്ളവരെ കൂടുതലായും ആശ്രയിച്ച് ജീവിക്കുന്ന കുട്ടികൾ ഉൾപ്പെടുന്ന ഗ്രൂപ്പാണ്. രണ്ടാമത്തേത് 15 to 59 എന്ന് പറയുന്നതാണ് ഏറ്റവും കൂടുതൽ വർക്കിംഗ് പോപ്പുലേഷൻ. നമുക്ക് ആ ഒരു വിഭാഗത്തെ വിളിക്കാം എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല എനർജറ്റിക്കായി കൂടുതൽ വർക്ക് ചെയ്ത് ഇൻഡിപെൻഡൻ്റായി ജീവിക്കുന്ന ജനവിഭാഗങ്ങളാണ്, അല്ലെങ്കിൽ ആ ഒരു ഏജ് ഗ്രൂപ്പാണ്. മൂന്നാമത്തേത് 59 എബവ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് പിന്നെയും എന്താണ്, ഡിപ്പെൻഡൻ്റ് ആണ്, മറ്റുള്ളവരെ ആശ്രയിച്ച് വരുന്ന ഏജിങ് പോപ്പുലേഷനാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഏജ് സ്ട്രക്ചറിനെ 3 ഗ്രൂപ്പുകളാക്കി നമ്മൾക്ക് തിരിക്കാം. ഈ ഏജ് ഗ്രൂപ്പിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾക്ക് 3 പിരമിഡുകൾ പഠിക്കുന്നുണ്ട്. അതിനെയാണ് ഏജ് സെക്സ് പിരമിഡ് എന്ന് വിളിക്കുന്നത്. ആ ഏജ് സെക്സ് പിരമിഡിൽ പ്രധാനമായും 3 പിരമിഡ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അതിൽ ഒന്നാമത്തത് എക്സ്പാൻഡിങ് പോപ്പുലേഷൻ കാണിക്കുന്നത്, രണ്ടാമത്തത് ഡിക്ലൈനിങ് പോപ്പുലേഷൻ കാണിക്കുന്നത്, മൂന്നാമത്തത് കോൺസ്റ്റൻറ്റ് പോപ്പുലേഷൻ കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ 3 ഏജ് ഗ്രൂപ്പിൻ്റെ അടിസ്ഥാനത്തിൽ 3 പിരമിഡുകൾ, അതായത് അതിൻ്റെ ആ പോപ്പുലേഷൻ്റെ മെയിൽ ഫീമെയിൽ എങ്ങനെയാണ് വിന്യസിക്കപ്പെട്ടിരിക്കുന്നത്, ജനസംഖ്യയിൽ എങ്ങനെയാണെന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പിരമിഡാണ്. അതിൽ ഏജ് സെക്സ് പിരമിഡ് ഞാൻ നിങ്ങൾക്ക് ആ ചിത്രം അടക്കം കാണിച്ചു തരുന്നുണ്ട്. വെരി ഇമ്പോർട്ടൻ്റ് ആയി വരുന്ന ഒരു പാർട്ടും കൂടിയാണിത്. ദ age sex structure of population refers to the number of females and males in different age groups. A population pyramid is used to show the age sex structure of the population. എന്ന് പറഞ്ഞാൽ നമുക്ക് ഏജ് സെക്സ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ പ്രായ ലിംഗ ഘടനയെ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ചിത്രം കൂടിയാണ് ഏജ് സെക്സ് പിരമിഡ്. അപ്പോൾ അതിൽ ദ ഷേപ്പ് ഓഫ് പിരമിഡിൻ്റെ ഷേപ്പ് ഏജ് സെക്സ് സ്ട്രക്ചറിൻ്റെ ബേസിലായിരിക്കും അതിൻ്റെ പല ഷേപ്പിലും നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. ദ ഷേപ്പ് ഓഫ് ദ പോപ്പുലേഷൻ പിരമിഡ് റിഫ്ലക്ട്സ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പോപ്പുലേഷൻ.
The left side shows the percentage of males while the right side show the percentage of females in each age group. അപ്പോൾ ഇതിൽ മെയിൽസിൻ്റെയും ഫീമെയിൽസിൻ്റെയും പോപ്പുലേഷൻ, മെയിൽ പോപ്പുലേഷൻ എവിടെയാണ്, ഫീമെയിൽ പോപ്പുലേഷൻ എവിടെയാണെന്നുള്ളതാണ് ഈ പിരമിഡിൽ ഓരോ സൈഡിലും കാണിച്ചിട്ടുള്ളത്. അതിൽ മെയിൽസിനെ ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ ഫിമെയിൽസിനെ റൈറ്റ് സൈഡിലായിരിക്കും റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഏജ് സെക്സ് സ്ട്രക്ചറിൻ്റെ ബേസിലുള്ള പോപ്പുലേഷൻ പിരമിഡിൽ ഒന്നാമത്തെ പിരമിഡ് എക്സ്പാൻഡിങ് പോപ്പുലേഷൻ കാണിക്കുന്ന പിരമിഡാണ്. എക്സ്പാൻഡിങ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൽ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ചെറിയ ഡിപ്പെൻഡൻറ്റ് പോപ്പുലേഷൻ ആയിരിക്കും വളരെ കൂടുതലായി നമ്മൾക്ക് ആ ഒരു ഏജ് പിരമിഡിൽ കാണാൻ പറ്റുന്നത്. ദ ഏജ് സെക്സ് പിരമിഡ് ഓഫ് നൈജീരിയയുടെ ഒരു പിരമിഡാണ് നിങ്ങളിവിടെ കാണുന്നത്. ഇറ്റ് ഈസ് എ ട്രയാങ്കുലർ ഷേപ്ഡ് pyramid with a wide base and is typical of less developed countries. These have a larger population in lower age groups due to high birth rate. ഈ പിരമിഡിൽ, നൈജീരിയയുടെ ഈ പിരമിഡിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡൻറ്റ് പോപ്പുലേഷൻ, ചെറിയ അതായത് പ്രായം കുറഞ്ഞ ഡിപ്പെൻഡൻറ്റ് പോപ്പുലേഷൻ കൂടുതലായി കാണുന്ന ഒരു പിരമിഡാണ്. ലെസ് ഡെവലപ്ഡ് നേഷൻസിലാണ് ഇത്തരം പിരമിഡ്, ഏജ് സെക്സ് പിരമിഡ് നമുക്ക് കാണാൻ പറ്റുക. പിന്നെ അതേപോലെ ബർത്ത് റേറ്റും ഏറ്റവും കൂടുതലായി ബർത്ത് റേറ്റ് ആയിരിക്കും ഇത്തരത്തിലുള്ള പിരമിഡിൻ്റെ സ്വഭാവം, അല്ലെങ്കിൽ ഈ ഒരു സ്ഥലത്തിൻ്റെ അല്ലെങ്കിൽ ഈ രാജ്യത്തിൻ്റെ പ്രത്യേകത എന്നുള്ളത്. ഇനി രണ്ടാമത്തെ പിരമിഡ് കോൺസ്റ്റന്റ് പിരമിഡ്. കോൺസ്റ്റന്റ് പിരമിഡ് ഓസ്ട്രേലിയയുടെ പിരമിഡാണ് നിങ്ങൾക്ക് എക്സാമ്പിൾ പറയുന്നത്. അവിടെ എന്താണ്, വലിയ വ്യത്യാസം ഇല്ലാത്ത രീതിയിലുള്ള ജനസംഖ്യ ആണ് കാണുന്നത്. ഓസ്ട്രേലിയാസ് ഏജ് സെക്സ് പിരമിഡ് ഈസ് ബെൽ ഷേപ്ഡ്, ബെല്ല് രൂപത്തിലുള്ളതാണ്. ആൻഡ് ടാപ്പേർഡ് ടുവേർഡ്സ് ടോപ്പിലേക്ക് പോകുന്നതിനനുസരിച്ചിട്ട് അതിങ്ങനെ ചുരുങ്ങി വരുന്നൊരു അവസ്ഥയാണ് കാണുന്നത്. പിന്നെ ഈ പിരമിഡിൽ നിങ്ങൾക്ക് ദിസ് ഷോസ് ബർത്ത് ആൻഡ് ഡെത്ത് റേറ്റ്സ് ആർ ഓൾമോസ്റ്റ് ഈക്വൽ എന്ന് പറഞ്ഞാൽ ബർത്ത് റേറ്റും ഡെത്ത് റേറ്റും ഏകദേശം സെയിം ആയിട്ടാണ് ഈ തരം പിരമിഡിൽ നമുക്ക്, അതായത് ഇത്തരം രാജ്യങ്ങളിൽ കാണുന്നത്. അതുകൊണ്ടാണ് അത്തരം ഷേപ്പിലത് വരുന്നത്. പിന്നെ മൂന്നാമത്തേത് ഡിക്ലൈനിങ് പോപ്പുലേഷൻ കാണിക്കുന്നതാണ്. ഡിക്ലൈനിങ് പോപ്പുലേഷൻ ജപ്പാൻ്റെ പോപ്പുലേഷനാണ് ഇവിടെ എടുത്ത് കാണിക്കുന്നത്. അതിൽ തന്നെ ബേസ്, നാരോ ബേസ്, അതിൻ്റെ ഏറ്റവും താഴത്തെ ഭാഗം നാരോ ആണ്. നാരോ ബേസ് ആൻഡ് ടാപ്പേർഡ് ടോപ്പ് ആൻഡ് ഷോയിങ് ലോ ബർത്ത് ആൻഡ് ഡെത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബർത്ത് ആൻഡ് ഡെത്ത് റേറ്റ് വളരെ കുറവാണ്. പിന്നെ മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് ചുരുങ്ങുന്നൊരു പ്രതീതി തന്നെയാണ് കാണുന്നത്. പിന്നെ പോപ്പുലേഷൻ ഗ്രോത്ത് ഇൻ ഡെവലപ്ഡ് കൺട്രീസ് യൂഷ്വലി 0 ഓർ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ അവിടെ വളർച്ച എന്ന് പറഞ്ഞാൽ വളരെ കുറവായിരിക്കും, വളർച്ചാ നിരക്ക്. നമ്മൾ പോപ്പുലേഷൻ വളർച്ചയൊക്കെ പഠിച്ചിട്ടുണ്ട്, പോപ്പുലേഷൻ ഗ്രോത്തൊക്കെ വളരെ കുറഞ്ഞ ഡെവലപ്ഡ് നേഷൻസിലാണ്, വികസിത രാജ്യങ്ങളിൽ വരുന്ന പിരമിഡാണ്, അല്ലെങ്കിൽ പോപ്പുലേഷൻ ട്രെൻഡാണ് നമുക്ക് ഈ പിരമിഡിൽ കൂടെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ഈ 3 പിരമിഡും നന്നായി പഠിച്ചെടുക്കുക. ഇനി റൂറൽ അർബൻ കോമ്പോസിഷൻ എന്ന് പറയുന്ന അടുത്ത ഭാഗമാണ്, അത് നമ്മൾക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ.